അതെ, ബേബിനെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ അനിയൻ്റെ മോളാണ്. അവൾ ജനനം മുതൽ എല്ലാ വിശേഷ അവസരങ്ങളിലും ഞാൻ വീഡിയോ എടുത്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അതിൽ പങ്കെടുക്കാനോ അത് വീഡിയോ ആയിട്ട് പകർത്താനോ ഒന്നും സാധിച്ചിട്ടില്ല. എന്തായാലും കുറച്ച് ക്ലിപ്പുകൾ ഞാനിവിടെ ചേർക്കുകയാണ്. അപ്പോൾ ബർത്ത്ഡേയുടെ ഒരാഴ്ച മുമ്പ് തന്നെ ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. എറണാകുളം ദർബാർ ഹാളിലെ ഗ്രൗണ്ടിലാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ അതേ അവളും കൂട്ടിനായിട്ട് ഐഷൂട്ടിനും ഉണ്ട്. പിന്നെ അതേ കുറച്ച് ഐറ്റംസുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി കേക്കും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളി ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാത്തിനും നിന്നും തന്നിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടില്ലേ കാണിക്കുന്നത്? കൂടുതലൊന്നും ഞാൻ വിവരിക്കണില്ല. പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പുതിയതായിട്ട് ചാനലിൽ വന്നവർക്കൊക്കെ അത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ബേബി എൻ്റെ അനിയൻ്റെ മോളാണ്. അപ്പോൾ പഴയ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ഫാമിലി വ്ളോഗ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നാണ് കേട്ടോ ബർത്ത്ഡേ. വലിയ ആഘോഷമായിട്ടൊന്നും അങ്ങനെ ബർത്ത്ഡേ നടത്തിയിട്ടൊന്നുമില്ല. വീട്ടുകാർ മാത്രമേ ഉള്ളൂ. എറണാകുളം ലീ മെർഡിയലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ആ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നത്. നൈറ്റാണ് പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന പാടെ തന്നെ പുറത്ത് വെച്ചിട്ട് എല്ലാവരും കൂടി കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷിനുവിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും അനിയനും. ഇവരെയൊക്കെ ഓർമ്മയുണ്ടാവും പലർക്കും. അങ്ങനെ അതേ അകത്ത് കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ മൂത്ത അനിയൻ അനസ്. ഇതാണ് ഷിനു എൻ്റെ നാത്തൂൻ. ഇവരെയൊക്കെ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയണത്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതേ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ മുമ്പേ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവിടെ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കസിൻ്റെ ഉണ്ടോ നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കി തന്നത്. അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അവളുടെ വകയായിരുന്നു. അടിപൊളി കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കതൊന്നും ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതെല്ലാം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡുകളൊക്കെ നമ്മുടെ ഷെഫ് പിള്ളയുടെ ഫുഡൊക്കെ ആയിരുന്നു. അതൊന്നും വീഡിയോയിൽ പകർത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളിലൊക്കെ സപ്പോർട്ടായിട്ട് ഈ ഹോട്ടലിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അടിപൊളി പ്രോഗ്രാമായിരുന്നു. കൂട്ടത്തിൽ ഇതേ ഞാനും വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോയിൽ കൂടാനായിട്ട് എനിക്കും സാധിച്ചേ. എല്ലാവരും കൂടിയപ്പോൾ അടിപൊളിയായിരുന്നല്ലേ ഫംഗ്ഷൻ. ഞാൻ എന്തായാലും ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ വകയും നിങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് ബേബിക്ക് 1000 ജന്മദിനാശംസകൾ.